കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ആദർശിനുള്ള ഷർട്ടൊക്കെ അയൺ ചെയ്യുവാണ് നയന. അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബട്ടൺസ് അങ്ങോട്ട് പൊട്ടിപ്പോവുക ചെയ്യുന്നത്. അയൺ ബോക്സ് കൊണ്ടതാണ്. തെയ്യം ഇനി എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ആദർശേട്ടൻ വന്ന് ചോദിക്കും ഷർട്ട് എന്ത് ചെയ്യുന്ന. അങ്ങനെ മനസ്സ് വിചാരിക്കുമല്ലോ ആണ്ട വരുന്നു. ആദർശം വന്നിട്ട് ഇതൊരു ഷർട്ട് അയൺ ചെയ്ത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. കഴിഞ്ഞ ആദർശേട്ടാ, പിന്നെ നീ എന്താ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങോട്ട് തരാനും പറഞ്ഞുകൊണ്ട് അതങ്ങ് മേടിച്ചങ്ങോട്ട് ഇടുവാണ് അങ്ങോട്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബട്ടൺസ് ഇല്ല. നായനെ ഉറപ്പെട്ടു. ഇപ്പൊ തന്നെ ചീത്ത പറയും. അല്ല നായനെ ഇതിന്റെ ഒരു ബട്ടൺസ് ഇല്ല, ഇത് എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ്. ആദർശേട്ടാ, ഞാൻ അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അതിൻ്റെ ആ ബട്ടൺ പൊട്ടിപ്പോയി. അയൺ ബോക്സ് കൊണ്ട് എനിക്കറിയായിരുന്നു നിന്റെ കയ്യിൽ തന്നെ എന്നെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനായിട്ട്. അതെങ്ങനെ വല്ല നോട്ടമുണ്ടോ? നിന്റെ ഉള്ള ആരോഗ്യം മൊത്തം എടുത്ത് ആ ഷർട്ടിലേക്ക് അങ്ങോട്ട് തീർക്കുവാണ്. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടാണ് ഞാൻ അയൺ ചെയ്യാനായിട്ട് പറഞ്ഞതെന്ന് പറയാം. അതെ ആദർശന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഞാൻ ഇപ്പം തന്നെ തുന്നി ചേർത്ത് തരാമെന്ന് പറയണം. പിന്നെ ഇനിയിപ്പോൾ അത് തുന്നി ചേർക്കാൻ തന്നെ കുഴപ്പമുള്ളൂ. നിൽക്കുക, ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് പോയി സൂചി നൂലും എടുത്തോണ്ട് വരികയാണ്. സൂചി നൂലും എടുത്തപ്പോൾ നീ എന്താ ഇതിനെ ദേഹത്തെടുത്ത് തുന്നാൻ പോകണമെന്ന് നിൽക്കും. നിൽക്കുക ആദർശേട്ടാന്ന് പറയണേ. അങ്ങനെ ആദർശിന്റെ ആ ഷർട്ട് ഊരാ തന്നെ അവിടെ വെച്ച് തന്നെ നയനെ ആ ബട്ടൺ അങ്ങോട്ട് തുന്നിച്ചേർക്കാൻ തുടങ്ങണം. തുന്നിച്ചേർത്ത് നയനയുടെ കണ്ണുകളിലേക്ക് തന്നെ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുക. ആദർശിന്റെ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നയനേനെ ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ തോന്നി. പക്ഷെ അങ്ങനെ ചെയ്താൽ നയനെ എന്ത് വിചാരിക്കും? വേണ്ട വേണ്ട എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നയനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകപ്പാടെ നല്ലൊരു റൊമാൻറ്റിക് മൂടാ. ഈ സമയത്താണ് ജാനകിയിലൂടെ വരുന്നത്. ജാനകി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കണ്ടു ഇങ്ങനെ നെഞ്ചത്തേക്ക് കൈവച്ചൊക്കെ നയന നിൽക്കുന്നുണ്ട്. കൊള്ളാലോ, ഇവർക്ക് പകലൊന്നും രാത്രിയൊന്നും ഇല്ല. ഭയങ്കര റൊമാൻറ്റിക് മൂഡാന്ന് തോന്നുന്നു രണ്ടുപേർക്കും. പിന്നീട് ബട്ടനൊക്കെ തുന്നി ചേർത്തതിന് ശേഷം നയന എന്ത് ചെയ്യാണ്? ആ നൂലങ്ങോട്ട് കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ആ നെഞ്ചിലേക്ക് പോയിന്ന് കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആദർശം നീ എന്ത് ചെയ്യാൻ പോകുന്ന ചോദിക്കും. അല്ല ആദർശേട്ടാ, ഈ നൂലൊന്നും പൊട്ടിക്കുക അതിന് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നിൽക്കുക ആദർശേട്ടെന്ന് പറയണം. എന്നിട്ട് ആ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന നൂലങ്ങോട്ട് കടിച്ചു പൊട്ടിക്കുകയാണ്. ജാനകി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് തോന്നുന്നത് ഉമ്മ കൊടുക്കുന്നതൊക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നീട് അതോടൊപ്പം തന്നെ പിന്നീട് മനസ്സിലായി ഇതിപ്പം ആകെപ്പാടെ കുഴഞ്ഞു പറയുന്ന കേസാണല്ലോ. ബട്ടൺസൊക്കെ തുന്നി ചേർത്തിട്ട് അത് പൊട്ടിക്കുന്നതെന്ന് മനസ്സിലായി. ജാനകി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശിച്ച് കഴിഞ്ഞോ തേക്കും. കഴിഞ്ഞു. ഈ മേലാൽ ഇങ്ങനത്തെ ഇതൊക്കെ ആവർത്തിച്ചേക്കല്ലോ പറഞ്ഞ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃത്രിമമായിട്ടുള്ള ദേഷ്യമൊക്കെ അഭിനയിച്ച് ആദർശങ്ങ് പോവാ. ശരിക്കും ആദർശം അത് എൻജോയ് ചെയ്തു. പക്ഷെ നയനയോട് പറയാൻ പറ്റില്ലല്ലോ താൻ എൻജോയ് ചെയ്യുന്നുള്ള കാര്യം. പിന്നീട് ആദർശം കൂടെ പോയപ്പോഴത്തേനും നയന മനസ്സിൽ പറഞ്ഞു കൊള്ളാം, ഒട്ടും റൊമാൻറ്റിക് അല്ല, ഞാൻ ശരിയാക്കി എടുത്തോളാം എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി നയനയും കൂടെ ഇങ്ങനെ റിസോർട്ടിൻ്റെ എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കിറങ്ങുവാണ്. അങ്ങനെ നടന്നവർ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്തി. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും നവ്യ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുള്ള കാര്യം. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അബി ചോദിച്ചു എന്താ? ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. അങ്ങനത്തെ വലിയ കാര്യമാണ് ഇപ്പം പറയണ്ട കേട്ടോ, ഇപ്പം അതിനുള്ള സമയമൊന്നും അല്ലാന്ന് പറയണം. അതെന്താ അബി അങ്ങനെയെന്ന് ചോദിക്കണം. വേണ്ട, ഇപ്പം നമുക്ക് സന്തോഷമുള്ള സമയമല്ലേ, ഇതിപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. നവ്യ പറയാൻ വന്ന് തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ല, ഇനിയിപ്പം വഞ്ചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അബി കണ്ടുപിടിച്ചാലോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന. പക്ഷെ അത് പറയാനായിട്ട് അബി സമ്മതിച്ചില്ല. അബിക്ക് അറിയത്തുമില്ലല്ലോ. പിന്നീട് നവ്യ ഓർത്തല്ലേ വേണ്ട പറയണ്ട, അങ്ങനെ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും മതി ഒരു പ്രശ്നമാവാനായിട്ട്. അങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ നടത്തുവാണ് അബി. അബിയുടെ ഈ സ്നേഹം കൊണ്ടപ്പോൾ നവ്യ പറഞ്ഞു, ഞാൻ അബിയെ തെറ്റിദ്ധരിച്ചു കേട്ടോ, ഇത്ര സ്നേഹമുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അബി പറഞ്ഞു, ഇതൊക്കെ എന്ത്, ഇനി കാണാൻ പോകുന്നല്ലോ എന്ന് പറയണം. എന്നാലും ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. എനിക്ക് എന്നും ഒന്നും ഇങ്ങനെ വേണ്ട, ആഴ്ചയിൽ ഒന്നെങ്കിലും എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് സന്തോഷിപ്പിച്ചുകൂടെ? എൻ്റെ വയലിലൊരു കുഞ്ഞുള്ളാന്ന് ഓർമ്മയില്ലേന്ന് ചോദിക്കണം. അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. വീട്ടുകാരോട് പോലും പറയാതല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. കാരണം ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ ആരും വിളിച്ച് ശല്യം ചെയ്യില്ല. നമ്മുടെ സ്വർഗത്തിലെ കട്ടറും പറഞ്ഞിട്ട് ആരും വരരുത്. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ മോളെ ഞാൻ നിന്നെയും കൂടി ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അബിയേട്ടനെ കിട്ടിയതെൻ്റെ പുണ്യവാ, ഇല്ല ഞാൻ എന്ത് ചെയ്തേനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൊമാൻറ്റിക്കായിട്ട് അബിയുടെ കയ്യിലൊക്കെ പിടിച്ച് നടക്കണം. പിന്നീട് അബി പറഞ്ഞു, അതെ ഇത് മാത്രമല്ല നിനക്ക് സർപ്രൈസ് ആയിട്ടുള്ള വേറെ സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്, നീ ഒന്ന് കണ്ണടച്ചെന്ന് പറയണം. കണ്ണടയ്ക്കാൻ എന്ത്? കണ്ണടയ്ക്കാൻ പറഞ്ഞിടത്തിന് അബി എന്ത് ചെയ്യണം, പോക്കറ്റിനകത്തുനിന്ന് ആ റിങ് എടുക്കുകയാണ്. റിങ് എടുത്ത് നവ്യയുടെ കൈവിരൽ പിടിച്ചിട്ട് അത്തേലേക്ക് അണിയിച്ചു കൊടുക്കണം. നവ്യ നോക്കുമ്പോൾ റിങ് കൊള്ളാലോ അബി, സൂപ്പറായിട്ടാണെന്ന് പറയാം. ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഉണ്ടെന്ന്. ഇനിയും ഞാൻ നിനക്ക് പല സർപ്രൈസുകളും ഒരുക്കിയിട്ടുണ്ട്, അതൊക്കെ അറിയണമെങ്കിലേ ഇനി വൈകുന്നേരം ആട്ടെ എന്ന് പറയണേ. ശരി എന്ന് പറയണേ.
നവ്യക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അഭി മനസ്സിൽ പറയാം, വൈകുന്നേരം വരെ നീ ജീവിച്ചിരുന്നതേടെ, അതിനു മുമ്പ് നിന്നെ ഞാൻ ഇല്ലാതാക്കുമല്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് കുറച്ച് ഗുണ്ടകൾ വന്ന്. ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അഭി ആരെ നിങ്ങൾ, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. കൃത്യമായിട്ട് അങ്ങനെ അഭിനയിക്കുവാണ്. പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് അഭി പറഞ്ഞു, അതെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല, അതെല്ലാം റൂമിലാന്ന് പറയണേ. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ബേബി, ഞങ്ങൾക്ക് വേണ്ട ഇവളെയാന്ന് പറയാണ്. ഇത്ര സുന്ദരമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പിന്നെ പേടിക്കുന്നത്? ഞങ്ങൾക്ക് ഇവളെ മതി, നിന്റെ പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം. പെട്ടെന്ന് നവ്യയുടെ കയ്യെ കയറി പിടിച്ചു. നവ്യ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, വീട് വിടെന്ന് പറയണം. അപ്പം അഭി പറഞ്ഞു, അതെ അവളുടെ കയ്യെ കയറി പിടിക്കില്ല, അവൾ എൻ്റെ ഭാര്യ, അവൾ പ്രഗ്നന്റും കൂടെയാന്ന്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല മോനെ, ഞങ്ങൾക്ക് ഇവളെ മതിയെന്ന് പറയാണ്. ഞങ്ങളുടെ ബോസിന് ഇവളെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകാന്നാണ്. സമയത്ത് അഭി പറഞ്ഞു, കൊണ്ടുപോകല്ല പ്ലീസ്, കൊണ്ടുപോകല, അവളെ വിടാനൊക്കെ പറയുന്നുണ്ട്. നവ്യ അവിടെ കിടന്ന് കുതിർന്നുണ്ട്. ആരാ നിങ്ങൾ, എന്താ ഈ ചെയ്യുന്നേ, എന്നെ ഒന്ന് വിടുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട്. പക്ഷെ അതിന് കുണ്ടകളുടെ അടുത്ത് നവ്യയുടെ ഒരു കളികളും നടക്കില്ല. പിന്നീട് നവ്യയെ പിടിച്ച് വലിച്ചു വെച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അഭി തടഞ്ഞു. അഭിക്ക് തടയുകയൊക്കെ ചെയ്യണമല്ലോ, എന്നാലല്ലേ അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. അല്ലെങ്കിൽ നവ്യ ഓർക്കുമല്ലേ, ഇതെന്താ എന്നെ കൊണ്ടാന്നിട്ട് ഇവനിങ്ങനെ വാഴ പോലെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഓർക്കുമല്ലേ. ഈ സമയത്ത് ഒരുത്തൻ എന്ത് ചെയ്യാണ്, അബിയുടെ തലക്കിട്ട് അടിക്കുവാണ്. അബിയുടെ തലക്കിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അബി സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അപ്പൊ നവ്യ അവിടെ കിടന്ന് നല്ലവർക്കറിയാം എൻ്റെ അബീനെ ഒന്നും ചെയ്യില്ലേന്നും പറഞ്ഞുകൊണ്ട്. ഇതൊന്നും കേൾക്കാൻ അവന്മാർ കൂട്ടാക്കുന്നില്ല. അപ്പൊ അബീനെ അടിച്ചിട്ടിട്ട് നവ്യനെയും കൊണ്ട് അവന്മാർ കടന്നു കളയാന്. അപ്പൊ നവ്യയുടെ മനസ്സിലെ വിചാരം എന്താ, അബിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അബിന് ഇല്ലാതാക്കിയിട്ട് തന്നെ കൊണ്ട് കടന്നു കളയുവാന്ന. പിന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റുവാണ്. നവ്യ പറഞ്ഞു, എന്നെ വിടെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറി കരയുന്നുണ്ട്. പക്ഷെ അവന്മാർ അതൊന്നും കേട്ടില്ല. അങ്ങനെ അവളെ കൊണ്ട് പോയി കഴിഞ്ഞപ്പത്തിന് അഭി പതുക്കെ ഇങ്ങോട്ട് പൊങ്ങി വന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇനി ഞാൻ കേൾക്കാൻ പോകുന്നത് നിന്റെ മരണവാർത്ത ആയിരിക്കും മോളെ. ചങ്ക് പൊട്ടി നിലവിളിക്കാൻ തയ്യാറായിട്ട് ഞാൻ ഇരുന്നോളാം. ഇനി നിന്നെയും കൊണ്ടുള്ള ശല്യം തീർന്നു. ഇനി നല്ല ഒരു പണക്കാരി പെണ്ണും കിട്ടിയാൽ സുഖമായിട്ട് ജീവിക്കും. ഇന്നത്തോടുകൂടി നിന്റെ കഥ കഴിഞ്ഞു. ആർക്കും എന്നെ ഒരു സംശയവും തോന്നത്തില്ല. അതുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ തല പൊട്ടി, തലക്ക് ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. പെട്ടെന്ന് അവിടെ കിടന്ന് അഭി വിളിച്ചു, അയ്യോ ഓടി വായോ, എനിക്ക് തലയ്ക്ക് എഴുതിയിട്ട് എൻ്റെ ഭാര്യനെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞൊന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. അപ്പത്തേനും ആൾക്കാരൊക്കെ ഓടി കൂടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്ന് മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇരിപ്പുണ്ട് അവിടെ. ആ മുത്തശ്ശൻ ചോദിച്ചു, കൊള്ളാലോ അഭി, ആ ബട്ടൺ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അഭി ഒന്ന് ചമ്മി. അഭിക്ക് കാര്യം മനസ്സിലായി, ആരും എവിടെ ഒന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാനകി വന്നിട്ട് പറഞ്ഞു, കൊള്ളാലോ അഭി, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ, എന്ത് ഭംഗിയാ ബട്ടൺ ആ ഷർട്ടിൽ ഇരിക്കുന്ന കാണാനെന്ന് പറയണം. ഓഹോ, ഈ സമയത്ത് മുത്തശ്ശിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്താന്ന്. മുത്തശ്ശി എന്താന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാന്ന് പറയണം. പെട്ടെന്നാണ് ദേവേനയും ജയനും കൂടെ അങ്ങോട്ട് വന്നേ. ദേവേനെ കേട്ടി ബട്ടന്റെ കാര്യം. അല്ല ആദർശേ, എന്താ ബട്ടന്റെ കേസ്? അല്ലമ്മ അതെ, ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാ. പെട്ടെന്ന് ആദർശന് ചമ്മി. ആദർശന് പറയാൻ പറ്റില്ലോ, ഇങ്ങനെ ബട്ടൺസ് തുന്നി പിടിപ്പിച്ച കാര്യം പറയാൻ പറ്റില്ലോ. അതുകൊണ്ട് ആദർശം ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പൊ ജാനകി പറഞ്ഞു, അതൊക്കെ ഞാൻ പറയാന്ന് പറയാണ്. ഈ സമയത്താണ് ജലജയെല്ലാം അങ്ങോട്ട് വന്നേ. ജലജ ഇതെല്ലാം കേട്ടു. പിന്നെ ഒരു ബട്ടണ്, അതിന്റെ ഒരു ബട്ടൺ ഇപ്പൊ തുന്നിച്ചോർത്തുന്നത് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇവിടെയാണ് ഞാൻ അതിനേക്കാളും വലിയൊരു ത്രില്ലിലായിരിക്കുന്നത്. നവ്യനെ കൊണ്ട് അവൻ പോയിട്ടുണ്ട്. ഇനി കേൾക്കാൻ പോകുന്ന നവ്യയുടെ മരണവാർത്തയായിരിക്കും. അതൊന്ന് കേട്ടാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടുപിടിക്കുന്ന സമയത്താണ് ജയന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. ജയൻ കോൾ എടുക്കണം. ജയൻ കൊടുത്ത്, ആണോ, എവിടെ, എപ്പോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ജലജ കൊടുത്ത്, തീർന്നു, കാര്യം കഴിഞ്ഞു, അവളുടെ കാര്യത്തിൽ തീരുമാനമായി. പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ജയൻ ഇങ്ങനെ ഒരുമാതിരി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ദേവേനിച്ച്, എന്ത് പറ്റി ചേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അതെ, ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചെന്ന്. ഹോസ്പിറ്റലിൽ ആ, എന്ത് പറ്റി? അബിക്ക് തലയ്ക്ക് അടിയേറ്റിട്ട് അബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കുവാന്ന്. ജലജ അമ്പർന്ന് പോയി. ജലജ ഒരിക്കലും ആ ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. അബിക്ക് തലയ്ക്ക് അടിയേക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോനെന്നും പറഞ്ഞ് ഓടി വരുവാണ്. എന്നിട്ട് ചോദിച്ചു, ഏത് ഹോസ്പിറ്റലാ, എന്താ പറ്റിയത്, അവരെന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്താണെന്നും കൃത്യമായിട്ട് അറിയില്ല, തലയ്ക്ക് അടിയേറ്റെന്നൊക്കെയാ പറഞ്ഞേ. പെട്ടെന്ന് നയന ചോദിച്ചു, അപ്പം നവ്യേച്ചിയോന്ന് ചോദിക്കണം. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവരെന്ന് പറയാണ്. അയ്യോ, എൻ്റെ നവ്യേച്ചിക്ക് എന്ത് പറ്റിയാവോ, നവ്യേച്ചി അടുത്തില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ മോൻ തലയ്ക്ക് അടിയേറ്റ് കിടക്കുമ്പോ അപ്പോഴവളുടെ ഒരു നവ്യ, അവൾ അവളുടെയിലും കാണുമായിരിക്കും. അല്ലേലും അങ്ങനെയാണല്ലോ. എന്ന് അവളുടെ കാലത്തെ താലി ആർത്തിയോ അന്ന് തുടങ്ങിയത് എൻ്റെ മോൻ്റെ കഷ്ടകാലം. ഇതുവരെയായിട്ട് നേരെയായിട്ടില്ല. അഹങ്കാരിയായിട്ട് ഒരുത്തരെയും കൊണ്ടല്ലേ പോയേക്കുന്നേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവളുടെ വിചാരം അവൾ ഈ ലോകത്തിൽ രാജ്ഞിയാന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. അവളുടെ അഹങ്കാരം കാരണമായിരിക്കും എൻ്റെ മോന് തല്ലി കിട്ടിയിരിക്കുന്നത്. ജയേട്ട, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയണം. പെട്ടെന്ന്
ദേവേനെ പറഞ്ഞു ഞാനും വരാന്ന്. വേണ്ട വേണ്ട. ആദർശം നയനയും ജലജയും ജയനും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ജലജയാണ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ടാ പോകുന്നത്. എൻ്റെ അഭിമോനൊന്നും സംഭവിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാണെങ്കിൽ അബി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. തലയിലൊരു കെട്ടൊക്കെ ഉണ്ട്. ഈ സമയത്ത് അടുത്തൊരു നേഴ്സും ഉണ്ട്. ICUവിലാണ് കിടക്കുന്ന അബി. അപ്പം നേഴ്സ് വന്നിട്ട് കുടിക്കാണ്ട് ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ചിപ്പ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല ബേബി, എനിക്ക് വേദനയൊന്നും ഇല്ലയെന്ന് പറയുന്നതാണ്. മോളെ പിന്നെ ഒരാൾ അടുത്ത് ഉള്ളപ്പോൾ എനിക്ക് വേദന ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട്. ഒരു സിനിമാ നടീനെ പോലെ ഉണ്ടല്ലോ. കണ്ട ഒരു സിനിമാ നടി ആന്നേ പോലുള്ളൂ. അല്ല ഈ നേഴ്സാവാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നേഴ്സാന്ന് പറയത്ത് പോലില്ല എന്ന് പറയണം. എപ്പോ സാറേ ഒന്ന് വെറുതെ ഇങ്ങനെ തമാശ പറയില്ലെന്ന് പറയും. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണേ. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടിയാന്നല്ല അല്ലെന്ന് ആരും പറയത്തില്ല. ആ കൈ ഇങ്ങോട്ടൊന്നേ, എനിക്ക് അത്യാവശ്യം ജോത്സമൊക്കെ പറയാനറിയാം. കൈ നോക്കി ഞാൻ പറയാന്ന് പറയണം. അങ്ങനെ ആ നേഴ്സ് അങ്ങോട്ട് കയ്യും കൊടുക്കുകയാണ്. അബി എന്ത് ചെയ്യണം? ആ കയ്യിലൊക്കെ പതുക്കെ പിടിച്ചൊന്ന് തടവിട്ട് പറയണം. കൊള്ളാം, നല്ല സൂപ്പർ കൈ, നല്ല പൂ പോലെയുള്ള കയ്യ്. അതെ, ഈ കൈ നോക്കിയാൽ തന്നെ അറിയാം നല്ല ഉയരങ്ങളിലെത്തുമെന്ന്. കണ്ടോ, ഇത്തരം എഴുതി വെച്ചിട്ടുണ്ട് ഒരു സിനിമാ നടി ഞങ്ങളെ എല്ലാ യോഗ്യത ഉണ്ടെന്ന്. ഉടനെ തന്നെ കണ്ടു. ഇനിയിപ്പം ഞാൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വലിയ നടിയായിരിക്കും എന്ന് പറയണം. സാറേ വെറുതെ സൂപ്പിക്കില്ലേന്ന് പറയില്ല. സൂപ്പിക്കുമല്ല, ശരിക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. അതെ, 1-2 പ്രൊഡ്യൂസർമാരെയൊക്കെ എനിക്കറിയാം. ഞാൻ അവരോടൊന്നും പറയാം മോളെക്കുറിച്ച്. ഇങ്ങനെയൊക്കെ അബി അവളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നേഴ്സെങ്കിൽ നേഴ്സ് കിട്ടിയ അവസരം മുതലാക്കാതിരിക്കുമായിരുന്നു. ഈ സമയത്താണ് ഇങ്ങോട്ട് ചങ്കത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ജലജയും അവരെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ റിസപ്ഷൻ ചെയ്യാൻ പോയി ചോദിച്ചു, അല്ല തലക്കടിയേറ്റ് ഇവിടെ അബി എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ടല്ലോ സാർ, ICUവിലാന്ന് പറയണം. ഇത് കേട്ടത് ഞെട്ടി ധരിച്ചു പോവാണ് എല്ലാവരും കൂടെ. പെട്ടെന്ന് നയന എന്നിട്ട് ചോദിച്ചു, അല്ല കൂടെ ആരും ഉണ്ടായിരുന്നോ? കൂടെ നവ്യ എന്ന് പറയുന്ന അവരുടെ ഭാര്യ ഉണ്ടായിരുന്ന? ആരും ഇല്ലായിരുന്നു. അയാളെ തന്നെ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ ചേർന്ന് കൊണ്ടുവന്നാന്ന് പറയണം. ദൈവമേ, എൻ്റെ ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ കിടന്ന് നിലവിളിക്കുവാണ്. അപ്പം എന്ത് പറ്റി എന്താണെന്നും ആർക്കും അറിയത്തില്ല. അപ്പം ICUവിലാന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാം കൂടെ ഓടി ICUവിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ സമയത്തിന് ഇതിനു മുമ്പ് തന്നെ നേഴ്സ് വന്നിട്ട് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. അഭിസാറിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ചുറ്റും നിന്ന നേഴ്സ് എന്ത് ചെയ്യുവാണ്? അടുത്തത് നേഴ്സ് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് സെറ്റപ്പായിട്ട് അവനെ കിടത്തിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയോ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ജലജ പുറത്ത് നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അബിയുടെ ഭയങ്കര വലിയ വലിയ നാടകങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.